അമ്മ സംഘടനയിൽ ആണുങ്ങളുടെ ആധിപത്യം അവസാനിച്ചു, ഇനി പെണ്ണുങ്ങളുടെ ആധിപത്യം എന്നാണ് പറയാനുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്നലെ വനിതകളെല്ലാം കൂടെ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു കാര്യമുണ്ട്. കുറേ സിനിമാ ഫീൽഡിലേക്കും മറ്റ് രംഗത്തേക്കും വരാനുള്ളവർക്കുള്ള വലിയൊരു പ്രചോദനം ഇത് നടിമാർക്കൊക്കെ വലിയ പ്രചോദനമാകും. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ പുരുഷാധിപത്യം, കുറേ പുരുഷ കോഴികളും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇതെല്ലാം അവസാനിക്കും. ഇതൊന്നും എല്ലാവരും ഒന്ന് പേടിക്കണം എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. അവരൊക്കെ എന്ത് ജാടയായിരുന്നു. അത് നടിമാരും ജാടയുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഈ പുരുഷന്മാരായിട്ടുള്ള അതിൽ സിനിമാ നടന്മാരൊക്കെ അത് താരമൊന്നും പറയുന്നത് മാനത്തനാട്ട് പൊട്ടിയുള്ളതാണ്. അതൊന്നുമല്ലല്ല. അവർക്ക് ജാട, അവരുടെ അഭിനയത്തെ കഴിവത്തിന് എന്ന് വെച്ചാൽ അവരുടെ അഭിനയ കഴിവിനും അവരുടെ സർഗ്ഗവാസനയും ഒന്നും ഞാൻ ഇടിച്ചു കാണിക്കുന്നില്ല. അവർക്ക് സർഗ്ഗവാസനയുള്ളവരാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെ, അതിനകത്തൊരു കോഴിപ്പോരാണെന്നാണോ പറയുന്നത്? അതെ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോഴിപ്പോര് തന്നെയായിരുന്നു. ആ കോഴിപ്പോരിൽ ഏകദേശം എന്തായാലും പെടക്കോഴികൾ ജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സ്ത്രീജനങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ഫീൽഡായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ മുതലേ അവരിനി വീണ്ടും തിരികെ വരുമോ? തീർച്ചയായിട്ടും അവരൊക്കെ തിരികെ വരും. ഇനി പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വരാനും ഉദ്ദേശിക്കുന്ന കഴിവുള്ളവരൊക്കെ വരാനുണ്ടെങ്കിൽ രംഗത്ത് വരും. ആരുടെ മുമ്പിൽ കുഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും അവർ ആർക്കെങ്കിലും മറ്റേ ഏതൊരു നടി പറഞ്ഞമാരാ, ഞാൻ ആ വാക്ക് പറയണില്ല, കിടക്കറ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ആ വാക്ക് പറയണില്ല. ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു കിടന്നാൽ മാത്രമേ അവസരം കിട്ടുള്ളൂ എന്നുള്ള ആ രീതി ഞാൻ ഉണ്ടാവില്ല. എന്തായാലും തീർച്ചയായിട്ടും നല്ല കഴിവുള്ളവർക്ക് അവസരങ്ങളുണ്ടാകും. മലയാള സിനിമ ഒന്നും കൂടി പുഷ്ടിപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്വേതാമൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീജനം മത്സരത്തിനായി നിൽക്കുന്ന ദിവസം മുതൽ, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ദിവസം മുതൽ വളരെ മോശവത്തായ രീതിയിലുള്ള കേസുകളും അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അധിക്ഷേപ ആജ്ഞ തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി മീഡിയകൾ, ചെറിയ മീഡിയകൾ, അത് ആ ഫീൽഡിലുള്ള പുരുഷ മേധാവി സങ്കുചിത മനസ്ഥിതി ഉള്ളവർ അഴിച്ചുവിട്ട ചില ദുരാരോപണങ്ങളായിരുന്നു എന്ന് മാത്രം. അതൊക്കെ തീർത്തും അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഇപ്പോൾ ഈ ജയത്തോടുകൂടി എല്ലാം തീർന്നു. ഇനി ആരും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വഷളാതായിരിക്കാൻ നോക്കേണ്ടതാണ്. ആരോപണങ്ങൾ ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ പറഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളും. സത്യത്തില് മുഴുവനായിട്ടൊരു അഴിച്ചുപണി അല്ലെങ്കിൽ ശുദ്ധമാക്കി തന്നെ വേണമെങ്കിൽ പറയാം. അല്ല, ശരിക്കും പറയുന്നത് ശുദ്ധി കലശം തന്നെ നടത്തിയിരിക്കുന്നവർ. നല്ല രീതി നന്നായെന്ന് തന്നെ പറയുള്ളൂ. ഇവിടുത്തെ കുറേ തമ്പുരാക്കന്മാരായ ആളുകളുണ്ട്, തമ്പുരാക്കൻ നടന്മാർ. അവരൊക്കെ ഏതായാലും അത് ഞാൻ നടന്മാരാശം അവരുടെ കഴിവുകളൊക്കെ ഞാൻ എക്കാലത്തും ചോദിച്ചാൽ ഞാനിപ്പോൾ നടൻ്റെ ഫാൻസുമല്ല ആരാധകനുമല്ല. ഏത് നടൻ്റെയും കഴിവുകൾ, നല്ല കഴിവ്, ഇപ്പോൾ ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഒരുപാട് പടങ്ങളിൽ അവർ ചെറിയ റോളുകളുണ്ടായിട്ട് അവരൊക്കെ നല്ല രീതിയിൽ നടിമാരും ഒക്കെ തിളങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ആക്ഷൻ ഹീറോ വിജുവിൽ 2 പെണ്ണുങ്ങളെ കാണിക്കുന്നുണ്ട്. വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും അവർ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനകൾ വരുന്നതിന് മുൻപേ മുതലേ തന്നെ മലയാളത്തിൽ ഒത്തിരി നടന്മാരും നടിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ ഒരു അമ്മ എന്ന സംഘടന വന്നതിന് ശേഷം പീഡനത്തിൻ്റെ ഒരു അരമുറ അല്ലെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് നാണം കെട്ട രീതിയിലുള്ള ഒരു സംഭവം വന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് പുറം ലോകം അറിയാൻ തുടങ്ങിയിരിക്കും. കുറേ കാര്യങ്ങൾ ഇന്നാള് നമ്മുടെ ചില നടിമാർ പറഞ്ഞ് അങ്ങനെ മീറ്റും മറ്റുള്ളതൊക്കെ ആയിട്ട് രീതിയിൽ പറഞ്ഞപ്പോഴാണ് കുറെ കൂടി പുറം ലോകം അറിയാനും. ഒത്തിരി മീഡിയകൾ വന്നതിന് ശേഷമാണ് ഈ പീഡനത്തിന്റെ ചുരുളുകൾ അഴിയാൻ തുടങ്ങിയത്. അതെ, സോഷ്യൽ മീഡിയയിലൂടെ പല വാർത്തകളും മറ്റെല്ലാം വന്നുകൊണ്ടും അതിൽ പല ഗോസിപ്പുകളും ഉണ്ടാവും. അതല്ല നമ്മൾ ഒത്തിരി സ്ത്രീജനത്തെയും പേടിപ്പിച്ചായിരുന്നു ഈ പറയുന്ന ഒരു മേഖല മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. സ്ത്രീകളായിട്ടുള്ള നടിമാരും മറ്റുള്ള യൂണിയൻ ആർട്ടിസ്റ്റുകളും എല്ലാവരെയും ഒക്കെ പേടിപ്പിച്ചും എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പോയിരുന്നത്. ഇനി ഏതായാലും അതുണ്ടാകില്ല എന്ന് എന്തായാലും വലിയൊരു ശുദ്ധി കലശം തന്നെ നടത്തിയിരിക്കുകയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ വലിയൊരു ശുദ്ധി കലശം നടത്തിയിരിക്കുന്നത്. അത് ഇത് തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ബോളിവുഡിലായാലും ഒക്കെ ഉണ്ടാവണമെന്ന് ഞാൻ പറയുള്ളൂ.